ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ബട്ടർ പുഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. പാർട്ടികളിലൊക്കെ സ്പെഷ്യലായി തയ്യാറാക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിലുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുഡിംഗ് തയ്യാറാക്കാൻ ആദ്യം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഇത് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ്. അപ്പോൾ 2 പേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെക്കുള്ള പാലെടുത്ത് വെക്കാം. 1 ലിറ്റർ പാലിലാണ് ഞാൻ ഈ പുഡിംഗ് തയ്യാറാക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലിലേക്ക് 20 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തത്. ഇനി പാലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ പാല് ചൂടാക്കിയിട്ടില്ല, അതിന് മുമ്പേ തന്നെ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ്. ഇനി സ്റ്റവ് ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ സ്റ്റൗവിൽ നമുക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനിതാ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചൈന ഗ്രാസ് നന്നായിട്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാലിതാ ഇപ്പോൾ നന്നായിട്ട് ചൂടായി ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 100 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ എന്ത് ചേർക്കുകയാണെങ്കിലും പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടോ അതല്ലെങ്കിൽ തിളച്ച് വന്നതിന് ശേഷമോ ചേർത്ത് കൊടുക്കട്ടോ. എങ്കിൽ പിന്നെ പിരിഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട. അപ്പോൾ ഞാൻ എന്താ പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ചെറുതായിട്ട് തിള വന്ന സമയത്താണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ബട്ടറൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. അടിയിൽ ഊറിക്കെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വലിയൊരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കായിരുന്നു വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ പകുതി ഇതിലേക്കും പകുതി മറ്റൊരു പുഡിംഗ് കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി മധുരത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി പഞ്ചസാര ഒന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റായിട്ടുണ്ട്. അതൊന്ന് അരിപ്പയിൽ കൂടി അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഈ ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാനത് വിട്ടുപോയതാണ്, എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാനിതാ ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചൈന ഗ്രാസ് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 8 10 ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ഒഴിക്കുന്നതിന് മുമ്പെയാണ് നമ്മൾ ബിസ്ക്കറ്റ് ഇടുന്നതെങ്കിൽ ബിസ്ക്കറ്റ് പെട്ടെന്ന് തന്നെ പാലിൽ കുതിർന്ന് കിട്ടും. അപ്പോൾ അത് ചൈന ഗ്രാസ് ഒഴിച്ചതിന് ശേഷം ആകുന്ന സമയത്ത് ഒന്ന് കുതിർന്ന് കിട്ടാൻ പ്രയാസമായിരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് എന്തായാലും അടിച്ചെടുക്കണം. അത് എങ്ങനെയായാലും നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞു വന്നിട്ടേ ഉള്ളൂ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അല്പമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ചൂടോടെ തന്നെ അടിച്ചെടുക്കരുത് കേട്ടോ. മിക്സി പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അതിൻ്റെ അടപ്പൊക്കെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അടുപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കാം. എന്നിട്ട് അതിൻ്റെ എയർ പോക്കിയതിന് ശേഷം വീണ്ടും അടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ പുഡിംഗ് ട്രേ ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഇതിലേക്ക് ഫസ്റ്റ് അടിച്ചെടുത്തത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 തവണയായിട്ടാണ് ഇത് അടിച്ചെടുത്തത്. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് ജസ്റ്റ് ഒന്ന് ഉറച്ച് വരുന്ന സമയത്ത് ഇതിന് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നട്ട്സ് എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കാം.
ഞാൻ കുറച്ച് ബദാമും പിസ്തയും കാഷ്യൂ നട്ട്സും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ. ഏതാണോ നമ്മൾ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു പാർട്ടിയിലേക്കുള്ള ഓർഡർ പുഡിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കുനാഫ പുഡിംഗ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിച്ചവർ തന്നെ വീണ്ടും വീണ്ടും കഴിച്ചൊരു പുഡിംഗ് ആയിരുന്നു കേട്ടോ. അത് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.